ഭാഗം 2 പുസ്തകം 5 അധ്യായം 3 മനുഷ്യവർഗത്തിനു വേണ്ടി ഈശോയുടെയും മറിയത്തിന്റെയും പ്രാർത്ഥനകൾ. നസ്രത്തിൽ ഒന്നിച്ചു ജീവിച്ച നാളുകളിൽ യേശുവിനും മറിയത്തിനും കൈമാറ്റം ചെയ്യപ്പെട്ട ദൈവിക രഹസ്യങ്ങൾ ഉൾക്കൊള്ളാൻ സ്വർഗത്തിലെ അത്യുന്നതരായ മാലാഖമാർക്ക് പോലും സാധ്യമല്ല. ഈ കാലഘട്ടത്തിലാണ് ജീവന്റെ നാഥൻ ലോകത്തിന്റെ 6ാമത്തെ യുഗത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചത്. ഈ യുഗം നാളിതുവരെയുള്ള 1657 വർഷങ്ങളും ഇനി യുഗാന്ത്യം വരെയുള്ള വത്സരങ്ങളും ഉൾക്കൊള്ളുന്നു. ഇതെല്ലാം പരിശുദ്ധ അമ്മ തന്റെ തിരുപുത്രന്റെ പാഠശാലയിൽ നിന്ന് സമ്പാദിച്ചവയാണ്. അവൻ അമ്മയോട് എല്ലാ കാര്യങ്ങളും വായ്മൊഴിയായി പറഞ്ഞു. ഓരോ സംഭവങ്ങളുടെയും സ്ഥലവും കാലവും മാത്രമല്ല, സഭ നിലനിൽക്കുന്നിടത്തോളം കാലമുള്ള ചരിത്രബന്ധികളിൽ വരാനിരിക്കുന്ന രാഷ്ട്രങ്ങളെയും പ്രവിശ്യകളെയും പറ്റിയുള്ള കാര്യങ്ങളും അവൻ അറിയിച്ചു. ഈ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനാ മുറിയിലായിരുന്നു. അവിടെയാണല്ലോ എല്ലാ രഹസ്യങ്ങളിലും വെച്ച് ഏറ്റവും മഹാരഹസ്യമായ വചനം അമലോത്ഭവയുടെ ഗർഭപാത്രത്തിൽ ഉരുവായത്. ആ മുറി തീരെ ചെറുതും വളരെ കുറച്ചു മാത്രം അലങ്കൃതവുമായിരുന്നു. ശൂന്യമായ ഭിത്തികളും ഗൃഹോപകരണങ്ങൾ ഇല്ലാത്തതുമായ ഒരു മുറി. അനന്തവും അത്യുന്നതവും വിശുദ്ധിയുടെ പൂർണ്ണതയെ ഉൾക്കൊള്ളുന്നതും വരും കാലങ്ങളിൽ ഭൂമിയിലെ ഏറ്റവും മനോഹരവും ഉത്തുംഗവുമായ ദേവാലയങ്ങളിൽ പ്രഥമ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാനുള്ളതുമായ ദൈവരഹസ്യമാണ് ആ കൊച്ചുമുറിയിൽ നിറഞ്ഞു നിന്നിരുന്നത്. ഈ പരിശുദ്ധ ശ്രീകോവിലിനുള്ളിൽ ദിവ്യ നിയമങ്ങളെ ലോകത്തിനു നൽകിയ അത്യുന്നത പുരോഹിതൻ തന്റെ പ്രാർത്ഥനകൾ അർപ്പിച്ചു. ഈ പ്രാർത്ഥന എപ്പോഴും സമാപിച്ചിരുന്നത് മനുഷ്യവർഗത്തിനു വേണ്ടി നടത്തുന്ന മധ്യസ്ഥ പ്രാർത്ഥനകളോടെയായിരുന്നു. ഈ വേളകളിൽ രക്ഷാകര പ്രവൃത്തികളെപ്പറ്റിയും വരപ്രസാദത്തിന്റെ അതുല്യ ദാനങ്ങളെപ്പറ്റിയും തന്റെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. ഈ ദാനങ്ങൾ പുതിയ നിയമത്തിലെ പ്രകാശത്തിന്റെ മക്കൾക്ക് നൽകാനും വിശുദ്ധ സഭയിലൂടെ പ്രകാശിതമാക്കാനുമുള്ളതായിരുന്നു. മനുഷ്യരുടെ പാപങ്ങളും നന്ദികേടും അവരുടെ രക്ഷയ്ക്ക് തടസ്സമാകാൻ ഇടയാകരുതേയെന്ന് അനേകം തവണ തന്റെ പിതാവിനോട് അവൻ പ്രാർത്ഥിച്ചിരുന്നു. പാപികളായ മനുഷ്യർക്കു വേണ്ടി സ്വജീവൻ അർപ്പിക്കുന്ന സമയത്തെ ഓർത്ത് അവൻ പലപ്പോഴും രക്തം വിയർത്തിരുന്നു. സുവിശേഷകന്മാർ കർത്താവിനെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ആഖ്യാനം ചെയ്യാൻ ശ്രമിക്കാതിരുന്നതുകൊണ്ട് രക്തം വിയർത്ത കാര്യം ഒരിക്കൽ മാത്രമേ അവതരിപ്പിച്ചിട്ടുള്ളൂ. അത് സംഭവിച്ചതായി പറയുന്നത് കുരിശാരോഹണത്തിന് തൊട്ടുമുൻപും. ഈ രക്തം വിയർക്കൽ തന്റെ അമ്മയുടെ മുൻപിൽ വച്ചു തന്നെ പലതവണ സംഭവിച്ചിട്ടുണ്ട്. പ്രാർത്ഥനാവേളകളിൽ നമ്മുടെ കർത്താവ് മുട്ടിന്മേൽ നിന്നിരുന്നു. ചിലപ്പോഴൊക്കെ കുരിശിൽ കിടക്കുന്നത് പോലെ നിലത്ത് സാഷ്ടാംഗ പ്രണാമം ചെയ്ത് കിടന്നിരുന്നു. ചില അവസരങ്ങളിൽ ഈ അവസ്ഥയിൽ അവൻ നിലത്തുനിന്നുയർന്ന് അന്തരീക്ഷത്തിൽ നിന്നിരുന്നു. ഈ അവസ്ഥ അവൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. തന്റെ മാതാവിന്റെ സാന്നിധ്യത്തിൽ അവൻ ഇപ്രകാരമാണ് പ്രാർത്ഥിച്ചിരുന്നത്: ഓ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കുരിശേ, എപ്പോഴാണ് നിന്റെ കരങ്ങൾ എന്നെ പുലുകുക? എപ്പോഴായിരിക്കും ഞാൻ നിന്റെ മാറിൽ ശയിക്കുക? എപ്പോഴാണ് കുരിശിൽ തറയ്ക്കപ്പെട്ട എന്റെ കൈകൾ എല്ലാ പാപികളെയും സ്വാഗതം ചെയ്യുക? ഞാൻ സ്വർഗം വിട്ടിറങ്ങിയത് ഈ ലക്ഷ്യത്തിനു വേണ്ടി മാത്രമാണ്. ഇപ്പോൾ മുതൽ ലോക അവസാനം വരെയും എന്റെ കൈകൾ എല്ലാ മനുഷ്യരെയും സ്വാഗതം ചെയ്യാനും പുൽകാനുമായി ഇതാ തുറന്നിരിക്കുന്നു. അതിനാൽ അന്ധരെ, എന്റെ പ്രകാശത്തിലേക്ക് വരൂ. ദരിദ്രരെ, എന്റെ കൃപയുടെ ഭണ്ഡാകാരങ്ങളെ സ്വന്തമാക്കാൻ വരൂ. ഈ ഭൂമിയിലെ ഏറ്റവും എളിയവരെ, നിങ്ങളുടെ സ്നേഹപിതാവിന്റെ ലാളനങ്ങളും സന്തോഷങ്ങളും ഏറ്റുവാങ്ങാൻ വരൂ. നിന്ദിതരും പീഡിതരുമായവരെ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുകയും വിശ്രമം തരുകയും ചെയ്യാം. മത്തായി 11:28. നീതിമാന്മാരെ വരൂ, എന്തെന്നാൽ നിങ്ങൾ എന്റെ സ്വന്തവും എന്റെ അവകാശവുമാണ്. ആദത്തിന്റെ മക്കളായ മനുഷ്യവർഗമേ, എന്റെ അരികിൽ വരൂ. ഞാനാണ് വഴിയും സത്യവും ജീവനും. അവരാഗ്രഹിക്കുന്നതൊന്നും ഞാൻ അവർക്ക് നിഷേധിക്കുകയില്ല. ഞാൻ അവർക്കായി എന്നെ തന്നെ കുരിശിൽ ബലിയായി അർപ്പിക്കും. അതുവഴി അവർ നീതീകരിക്കപ്പെടുകയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം സ്വന്തമാക്കുകയും ചെയ്യും. എന്റെ പിതാവേ, അവർ നിന്റെ കരവേലകളാണല്ലോ. അവരെ നീ തള്ളിക്കളയരുതേ. അവർ എനിക്ക് വിധേയപ്പെടുമെങ്കിൽ ഞാൻ അവരെ നിന്റെ പരിശുദ്ധരുടെ ഗണത്തിലേക്ക് നയിക്കും. അവർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയും നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഈ പ്രാർത്ഥനാവേളകളിൽ പരിശുദ്ധ അമ്മ സന്നിഹിതയായിരുന്നു. അവളുടെ സ്ഫടികം പോലെ തെളിമയുള്ള ആത്മാവിൽ തന്റെ പുത്രന്റെ ചൈതന്യം ഉജ്ജ്വലമായി പ്രതിഫലിച്ചിരുന്നു.
അവന്റെ ആന്തരികവും ബാഹ്യവുമായ പ്രാർത്ഥനകൾ അവളിൽ പ്രതിധ്വനിച്ചു. ആദ്യമായി സ്വപുത്രൻ രക്തം വിയർക്കുന്നത് കണ്ടപ്പോൾ അവളുടെ മാതൃഹൃദയം കഠിന ദുഃഖത്താൽ നുറുങ്ങി. കർത്താവ് അനുഭവിക്കാൻ പോകുന്ന പാടുപീഡകൾ അവൾ മുൻകൂട്ടി കണ്ടിരുന്നു. ഹൃദയ നൊമ്പരത്തോടെ അവൾ തന്റെ സഹജീവികളോട് ഇപ്രകാരം പറഞ്ഞു: ഓ മനുഷ്യമക്കളെ, നിങ്ങളിലുള്ള കർത്താവിന്റെ ഛായയെ അവൻ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ല. അവനെ പ്രതി മാത്രമാണ് നിങ്ങളുടെ രക്ഷയ്ക്ക് വിലയായി അവൻ അവസാന തുള്ളി രക്തം വരെയും ചിന്തിയത്. ഹാ, എനിക്ക് എന്റെ ഇച്ഛയെ നിങ്ങളുടെ ഇച്ഛയുമായി ചേർത്തുവെക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ! അതുവഴി സ്നേഹത്തോടെ അവനെ അനുസരിക്കാൻ ഞാൻ നിങ്ങളെയെല്ലാം പ്രാപ്തരാക്കിയേനെ. മനുഷ്യരുടെ ഇടയിൽ നീതിമാന്മാരും നന്ദിയുള്ളവരുമായിരിക്കുന്നവർ അനുഗ്രഹീതരാകുന്നു. അവർ തങ്ങളുടെ പിതാവിന്റെ അനുസരണയുള്ള മക്കൾ തന്നെ. അവർ അവന്റെ പ്രകാശത്തിന്റെയും പ്രസാദവരത്തിന്റെയും നിറവുള്ളവരായിരിക്കട്ടെ. ആദത്തിന്റെ സന്തതികളുടെ വെറും അടിമയായി തീർന്നുകൊണ്ട് പാപത്തിൽ നിന്നും നിത്യശിക്ഷയിൽ നിന്നും അവരെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ തീക്ഷ്ണമായി ആഗ്രഹിക്കുന്നു. എന്റെ യജമാനനായ കർത്താവേ, നിന്റെ ജ്വലിക്കുന്ന സ്നേഹത്തെ മനുഷ്യന് എങ്ങനെ നിരസിക്കാൻ കഴിയും? നിന്റെ വരദാനങ്ങൾ ആസ്വദിക്കുന്നവർ നിന്നോട് കലഹിക്കുന്നത് എനിക്കെങ്ങനെ സഹിക്കാൻ പറ്റും? അല്ലയോ ആദത്തിന്റെ സന്തതികളെ, നിങ്ങളുടെ ദുഷ്ടതകളെല്ലാം എന്റെ നേർക്ക് തിരിച്ചുകൊള്ളൂ. നിങ്ങൾക്കെന്നെ എത്ര വേണമെങ്കിലും നിന്ദിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യാം. പകരം കർത്താവിന് നിങ്ങൾ കടപ്പെട്ടിരിക്കുന്ന സ്നേഹാദരവുകൾ നൽകണം. കാരണം അവൻ നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നു. എന്റെ പ്രിയ മകനെ, നീ പ്രകാശത്തിന്റെ പ്രകാശവും നിത്യപിതാവിന്റെ പ്രിയപുത്രനും അവന്റെ സത്തയുടെ പ്രതിരൂപവുമാകുന്നു. നീ അവിടുത്തെ പോലെ തന്നെ നിത്യം ജീവിക്കുന്നവനും ഗുണത്തിലും സത്യത്തിലും അവിടുത്തേക്ക് തുല്യനും അവനൊപ്പം ഏക ദൈവവുമാകുന്നു. യോഹന്നാൻ 10:30. ആയിരങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് നീ. ഉത്തമഗീതം 5:10. മനുഷ്യപുത്രരിൽ വച്ച് ഏറ്റവും സൗന്ദര്യം തികഞ്ഞവനും പരിശുദ്ധനും നിർമ്മലനും യാതൊരുവിധ കളങ്കമേശാത്തവനുമാകുന്നു. എന്നിട്ടും നശ്വര മനുഷ്യർ ആ സ്നേഹത്തെ തള്ളിക്കളയുന്നു. ആ സത്തയല്ലേ അവർക്ക് അസ്തിത്വം നൽകുന്നത്? അതല്ലേ അവരുടെ നിത്യാനന്ദത്തിന്റെ നിദാനവും? എന്റെ ജീവൻ വിട്ടുകൊടുത്തുകൊണ്ട് ആ തെറ്റിൽ നിന്ന് മനുഷ്യരെ പിന്തിരിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ! ഇപ്രകാരം സ്നേഹാതിരേകത്തോടും ആദരവോടും കൂടെ അമ്മ തന്റെ പുത്രന്റെ നെറ്റിയിലെ വിയർപ്പു കണങ്ങൾ തുടച്ചുമാറ്റി. താബോർ മലയിൽ വെച്ച് കണ്ടതുപോലെ മഹത്വത്തിന്റെ പ്രകാശത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന പുത്രനെ ചില അവസരങ്ങളിൽ അവൾ കണ്ടിരുന്നു. മത്തായി 17:21. അപ്പോൾ അവന്റെ ചുറ്റിലും മാലാഖവൃന്ദങ്ങൾ അണിനിരന്നിരുന്നു. അവർ ശബ്ദമുയർത്തി കൃതജ്ഞതാസ്തോത്രഗീതം ആലപിച്ചുകൊണ്ടിരുന്നു. സ്വർഗീയ രാജ്ഞി ഈ സംഗീതം ശ്രവിച്ചു. മാലാഖമാരുടെ സ്തുതിസാഗരത്തിൽ അവളുടെ സ്വരവും അലിഞ്ഞു ചേർന്നു. തന്റെ മകന്റെ ശരീരം മഹത്വത്തിൽ പ്രകാശിച്ചു നിന്ന വേളകളിലും മാലാഖമാരുടെ സ്തുതിഗീതങ്ങൾ ശ്രവിച്ചുകൊണ്ടിരുന്നപ്പോഴും അമ്മയും ഈ രഹസ്യങ്ങളിൽ പങ്കാളിയായി മാറി. കർത്താവ് അവളെ ശക്തിപ്പെടുത്തിയിരുന്നതിനാൽ ഈ അനുഭവത്തിന്റെ തീവ്രത അവളുടെ മാനുഷിക ഭാവത്തെ നഷ്ടപ്പെടുത്താൻ ഇടയാക്കിയില്ല. എന്നിട്ടും ഇത്തരം സന്ദർഭങ്ങളിൽ അവളുടെ തളർന്നു പോകുന്ന ശരീരത്തെ മാലാഖമാർക്ക് താങ്ങേണ്ടി വന്നിരുന്നു. തന്റെ മകന്റെ പ്രാർത്ഥനകളിൽ പങ്കുചേർന്ന് അവൾ മനുഷ്യവർഗത്തെ പ്രതി സ്വർഗീയ പിതാവിന് സ്തുതിയും സ്തോത്രവും ആരാധനയും അർപ്പിച്ചു. സ്വർഗീയ രാജ്ഞിയുടെ വചസ്സുകൾ: എന്റെ മകളെ, മനുഷ്യരെന്നെ കരുണയുടെ മാതാവ് എന്ന് സംബോധന ചെയ്യുന്നതിന് ഒരു കാരണമുണ്ട്. എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ കൃപാവരം സ്വീകരിച്ച് സംതൃപ്തരായി തീരണമെന്ന തീവ്രമായ അഭിലാഷം എനിക്കുള്ളതിനാലാണ് അത്. എന്നോടൊപ്പം ദൈവിക പൂർണ്ണതയുടെ ഉറവിടത്തിൽ എത്താൻ ഞാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു. ദാരിദ്ര്യത്തിലും സങ്കടത്തിലും കഴിയുന്ന എല്ലാവരും എന്റെ പക്കൽ വരട്ടെ. എന്റെ വിളിയോട് പ്രതികരിച്ച് എന്നെ പിന്തുടർന്നാൽ ഞാൻ അവർക്ക് സഹായവും സംരക്ഷണവും നൽകും. എന്റെ പുത്രന്റെ പക്കൽ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് അവന്റെ പക്കലുള്ള നിഗൂഢ മന്ന അവർക്ക് നൽകുകയും ചെയ്യും. ദൈവം നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഉദാത്തമായ പരിപൂർണ സൗന്ദര്യം നീ സ്വന്തമാക്കണം. പൂർണ്ണത നേടാനുള്ള ഈ ഉത്തമ മാർഗം നിന്റെ ഹൃദയത്തിൽ എഴുതിച്ചേർക്കണം. എന്തു കാര്യം ചെയ്താലും അതു കർത്താവിന്റെ തിരുമനസ്സിനുതകുന്നതാണോ എന്ന് ചിന്തിക്കുക. അതു ദൈവമഹത്വത്തിനും അയൽക്കാരുടെ ഉത്കർഷത്തിനും ഉപകരിക്കുമോ എന്നും ചിന്തിക്കണം. നിന്റെ ദൗത്യം കർത്താവിന്റെ പ്രവൃത്തികളോട് ചേർത്ത് വേണം ചെയ്യാൻ. എന്റെ ഗുരുവിനെ പിൻചെല്ലാൻ ഞാൻ സ്വീകരിച്ച മാർഗമിതായിരുന്നു. ഒരിക്കലും നന്മയിൽ നിന്നകലാതെ
പൂർണ്ണമായി അവനെ അനുകരിക്കുക എന്നതായിരുന്നു എന്റെ ഏക ലക്ഷ്യം. ഈ അനുകരണത്തിലൂടെ എങ്ങനെ പെരുമാറണം, എന്തിനെ വർജിക്കണം, എന്തിനെ സ്വീകരിക്കണമെന്ന് അവൻ മനസ്സിലാക്കി തരുന്നു. അവന് ഏറ്റവും പ്രിയങ്കരമായതെന്തെന്ന് വെളിപ്പെടുത്തുന്നു. ഇതിലുമുപരിയായി ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. നിന്റെ അമ്മയും ഗുരുവുമെന്ന നിലയിൽ എന്റെ സമ്മതം ചോദിക്കാതെയോ എന്നോടാലോചന ചോദിക്കാതെയോ യാതൊരു ദൗത്യവും ഏറ്റെടുക്കാതിരിക്കുക. ഞാൻ പ്രത്യുത്തരിക്കുമ്പോൾ തന്നെ കർത്താവിന് കൃതജ്ഞതയർപ്പിക്കുക. നീ ചോദിക്കുമ്പോൾ തന്നെ പ്രത്യുത്തരം ലഭിച്ചില്ലെങ്കിലും അവൻ നിനക്കുത്തരം തരുമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ നിനക്ക് ഉറപ്പു തരുന്നു. അത് അവന്റെ തീരുമാനത്തിന് ചേർന്ന വിധമായിരിക്കും. എല്ലാ കാര്യങ്ങളിലും നിന്റെ ആധ്യാത്മിക ഗുരുവിന് വിധേയപ്പെട്ട് വ്യാപരിക്കുക. ഇത് നിന്റെ ശീലമായിരിക്കട്ടെ.